ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ആദ്യമായിട്ട് എല്ലാവരും ഒരുപാട് നന്ദി. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വീഡിയോ കാണാത്തപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഉമ്മമാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയിട്ട് എല്ലാവർക്കും. ഒരു യൂട്യൂബർ എന്നതിലുപരി നിങ്ങൾ എൻ്റെ കുടുംബത്തിലെ അംഗമായിട്ട് കാണുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് അതൊക്കെ. അപ്പം ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പണമൊന്നും പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ഇവരോട് ഒരുപാട് സ്നേഹങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് 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 സന്തോഷമായി. എൻ്റെ മെസ്സഞ്ചർ ആയിക്കോട്ടെ, മെയിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഈവൻ വാട്സപ്പിലായിക്കോട്ടെ, ഈവൻ നമ്മുടെ രാഹുൽ ഭായിനെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട്. ഒരുപാട് നന്ദി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നമ്മുടെ റഷ്യൻ എംബസിയിൽ വിസ അപ്ലൈ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കാരണം ചൊവ്വാഴ്ചയാണ് അവർ, പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഇന്ന് ചൊവ്വാഴ്ചയാണ് അവർ ഓപ്പൺ ചെയ്തത്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സമയം 1 മണിയായി കേട്ടോ. പിന്നെ അങ്ങനെ റഷ്യൻ എംബസി പോയി വിസ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ അവരത് റിജക്റ്റ് ചെയ്തു. കാരണം റിജക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇൻവിറ്റേഷൻ ലെറ്റർ മുതൽ എല്ലാം ഉണ്ട്, എല്ലാം വിസയൊക്കെ ഓക്കെയാണ്. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വിസ തരാം, പക്ഷേ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് ഡേറ്റ് മാത്രമേ തരാൻ പറ്റൂ, അതിനുള്ളിൽ തരാൻ പറ്റില്ല. അത് കൊറോണയുടെ കുഴപ്പം തന്നെയാണ്. പിന്നെ എനിക്കത് റഷ്യൻ വിസ കിട്ടിയിട്ടില്ല, അങ്ങനെ അത് ക്ലോസ് ആയി. പിന്നെ ജോർജിയൻ വിസ, അതും ഞാനന്ന് പറഞ്ഞല്ലോ. അതിലൊരു കാര്യം കൂടെ ഉണ്ട്, ജോർജിയക്കാർക്ക് ശരിക്കും ഇന്ത്യക്കാരെ കണ്ടുവിടാം, അതാണ് അതിൻ്റെ സത്യം. ജോർജിയയിൽ GCC റെസിഡൻ്റ് ആയിട്ട് പോകുന്ന മലയാളികളെ മെയിനായിട്ട് അവർ എൻട്രൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നവർക്കൊന്നും അല്ല EVC എടുത്ത് പോകുന്നവർക്കൊന്നും അവരങ്ങനെ വല്ല എൻട്രൻസ് കൊടുക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ അവർ പിടിച്ചിട്ട് തിരിച്ചയച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഒരുപാട് സിനിമാ നായകന്മാരെ മുതൽ നമ്മുടെ നാട്ടിലെ ഒരു നല്ല നല്ല ട്രാവലേഴ്സ്, സൈക്കിൾ ബാബയിൽ സൈക്കിൾ എടുത്ത് ഇറങ്ങുന്നത് മുപ്പരൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട്. അതിൽ പിന്നെ കയറ്റിയതാണ്. അപ്പം അങ്ങനെ ഇന്ത്യക്കാർ അവർക്ക് ഇഷ്ടമല്ല, അതാണ് അതിൻ്റെ സത്യം. അവർക്കിഷ്ടമല്ല. പിന്നെ അതിന് കാരണം അവിടെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോയി ഒരുപാട് ആൾക്കാർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കും രാജ്യക്കാർക്ക് നമ്മുടെ ഇന്ത്യക്കാർ ഇഷ്ടമല്ലാണ്ടായിപ്പോയത്. അപ്പം ഇന്ത്യക്കാരനായതുകൊണ്ട് കൂടിയാണ് അന്ന് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയത്. അതും കൂടി ഞാൻ പറയാം. അപ്പം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ട്. ഇപ്പം എന്താ പറയുക, ഇനിയിപ്പം വേറെ വഴിയില്ല, തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഞാൻ. നാളെ 4-ാം തീയതിയാണ് എൻ്റെ ഫ്ലൈറ്റ്. ബുധനാഴ്ച 5-ാം തീയതി പുലർച്ചെ ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങും. നാളെ വൈകുന്നേരം ഇവിടുന്ന് ഷാർജയിൽ നിന്ന് മറ്റന്നാൾ രാത്രിക്കത്തെ ഫ്ലൈറ്റിന് 5-ാം തീയതി രാത്രി 4-ാം തീയതി രാത്രിക്കത്തെ ഫ്ലൈറ്റിന് ഷാർജ ടു കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. പുലർച്ചയ്ക്ക് ഇങ്ങോട്ട് അവിടെ എത്തും. ഇതാണ് പ്ലാന്. കാരണം ഒരു വഴിയില്ല, ഇറാനിൽ കൂടി എൻ്റർ ആയതുകൊണ്ടും ഈ കൊറോണയുടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഇറാനിലുള്ളത് കൊണ്ട് തന്നെ ഇറാൻ ട്രാവൽ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് എനിക്ക് തൽക്കാലത്തേക്ക് 1 മാസത്തേക്കൊന്നും എനിക്ക് ഏത് രാജ്യത്തും എൻ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു റഷ്യ കയറി അവിടുന്ന് മോസ്കോ വഴി ലാത്വിയോ വഴിയൊക്കെ കയറണം. ഈവൻ നമ്മുടെ യൂറോപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പിന്നെ ഞാൻ കരുതി സോച്ചി വഴി പോയിട്ട് സോച്ചിയിൽ നിന്ന് തുർക്കിയിലേക്ക് പോകാമെന്ന്, റഷ്യ എൻ്റർ ചെയ്തിട്ട്. സോച്ചിയിലേക്ക് പോകാനുള്ള തുർക്കി വിസ എൻ്റെ കയ്യിലുണ്ട്. തുർക്കി വിസയൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു. സോച്ചിയിൽ നിന്ന് അവിടത്തേക്ക് പോകാനുള്ള ഫെറി വരെ ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ ഓക്കെ, ഉക്രൈൻ വഴി പോകാമെന്ന് വെച്ചു. ഉക്രൈൻ വിസ അവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉക്രൈൻ എംബസി പോയി റിക്വസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേങ്കിൽ പൊതുവായിട്ട് എല്ലാവരും നോക്കുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം എൻ്റെ അതിൽ ട്രാവൽ ഹിസ്റ്ററിയിൽ പെടുന്നത് കൊണ്ടും പിന്നെ പല രാജ്യങ്ങളിലെ സിറ്റുവേഷൻ ഭയങ്കര മോശമായതുകൊണ്ടും അങ്ങനെ ആരും എൻട്രി തരുന്നില്ല. പിന്നെ വേറെ കാര്യം, ഞാനിപ്പോൾ അസർബൈജാനിലുള്ളത്. ഇവിടെ ഇപ്പോൾ 3-4 ദിവസം എനിക്ക് ഭയങ്കര ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പം ഇവിടെയൊക്കെ സേഫാണ്, നമ്മുടെ മലയാളികളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഇൻ കേസ് എനിക്ക് ഈ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെയൊക്കെ ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ നാട് പോലെ ആയിരിക്കില്ല. അവരൊക്കെ അത്രക്കും വൃത്തിഹീനമായ ചുറ്റുപാടുള്ള പല രാജ്യങ്ങളിലും വാർഡുകൾ എടുക്കുന്നത്. പിന്നെ അവരെ നാട്ടുകാരല്ലല്ലോ, ഒരു പുറം നാട്ടുകാരനായതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിലൊക്കെ കാണും. അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ വന്ന്, എന്നിട്ടും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, എനിക്ക് പോകണം എന്ന് തന്നെ വിചാരിച്ചു, ട്രൈ ചെയ്തു. പക്ഷേങ്കിൽ അറ്റ് ദ ഫൈനൽ സ്റ്റേജ് ഞാൻ വിചാരിച്ച കാര്യം, എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ ഞാൻ പോകും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ എനിക്ക് വിസ കിട്ടിയിട്ടില്ല, അതാണ് എൻ്റെ സത്യം. ഇനി വണ്ടി ഇവിടെ വെക്കുന്നുണ്ട്, രാഹുൽ ഭായിനെ ഏൽപ്പിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒരു 3 മാസം വരെ വണ്ടി ഇവിടെ വെക്കാനുള്ള പെർമിറ്റ് ഉണ്ട്. ഒരു 3 മാസം വരെ വണ്ടി വെക്കാൻ പെർമിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ വെക്കും. 3 മാസം എടുക്കില്ല. നാട്ടിൽ പോയിട്ട് മാക്സിമം 2 വീക്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് വീട്ടിൽ പോയി എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിച്ച് തിരിച്ച് അസർബൈജാനിൽ തന്നെ വരും. ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോഴേ വിസ ഇഷ്യൂ ചെയ്ത് വന്നിട്ട് പിന്നെ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യും. ഇതാണ് കേട്ടോ പ്ലാൻ. അപ്പം ഒരുപാട് നന്ദി എല്ലാവരോടും, ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഇത്ര കാലം കൂടെ നിന്നതിന് ഒരുപാട് നന്ദി. പിന്നെ വേറെ കാര്യം, എനിക്കൊരുപാട് ഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ അത് പലരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്കത് ശരിക്കും മനസ്സിലായിരുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും നമ്മളത് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാൻ നമ്മുടെ അലക്സ കൂടി ടെഹ്റാനിലേക്ക് ഇഷ്ഫഹാനിൽ നിന്ന് വരുമ്പം അലക്സ നിർത്താൻ മടിയായതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളും നിർത്തിയില്ലായിരുന്നു. ഓർമ്മയില്ലേ? ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് വന്നിരുന്നു.
അതിലൊരു കോം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. പണ്ട് USA യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഇറാൻ കൊടി പൊക്കിയ ഒരു പള്ളിയൊക്കെയുള്ള സ്ഥലം. അവിടെ വിസിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അലക്സ ചാൻ കൂടെ ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് നിർത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ അവിടെ നിന്ന് നിർത്താതെ പോന്നു. അവിടെയാണ് ശരിക്കും കൊറോണ വൈറസ് ആദ്യമായിട്ട് ഇറാനിൽ കണ്ടത്. ഞാൻ അവിടെ എസ്കേപ്പായി. രണ്ടാമത് ടെഹ്റാനിലെത്തി അന്ന് രാത്രി ഞങ്ങൾ ടെഹ്റാനിലെത്തി അന്ന് ഞാൻ ഇവിടെ ചുണ്ടൊക്കെ വേദനയെടുത്ത് ഞാൻ ഇത് ഷേവ് ചെയ്തിട്ട് ഈ മീശ മാത്രമേ എടുത്തു. ഇതെടുക്കാൻ പറ്റത്തില്ല, വേദന വരുന്നുണ്ട്. അപ്പം മീശ എടുത്തു, താടി വെച്ചിട്ട് മീശ മാത്രം എടുത്തുകൊണ്ട് ഭയങ്കര വൃത്തിയായിട്ട് പോകാൻ കാണാൻ. അത് മറക്കാൻ വേണ്ടി ഞാൻ 2 ദിവസം കട്ടിയിലൊരു ടൗൽ എൻ്റെ മുഖത്ത് കെട്ടിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. എന്തോ എൻ്റെ ഭാഗ്യം അതന്നെ. എനിക്ക് ആ സമയത്ത് അങ്ങനെ കെട്ടാൻ തോന്നി. 2 ദിവസം ഞാൻ ടെഹ്റാന് ആ ഒരു സ്നോ മൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തത് ടൗല് മുഖത്ത് കെട്ടിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഞാൻ നമ്മുടെ മഞ്ഞ് വീണ ഒരു സ്ഥലത്തെത്തിയില്ലേ, നമ്മുടെ മഞ്ഞിൽ കുടുങ്ങിയ റാഷത്ത്, ഞാൻ ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്തത്. ആ റാഷിൽ എനിക്ക് കുറച്ച് ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നല്ല മഞ്ഞ് വീഴ്ച കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനായി. എന്നിട്ട് അവിടെ പോയി അന്ന് രാത്രി നമ്മുടെ ചങ്കുകളുടെ റൂമിൽ കയറി പിറ്റേ ദിവസം രാവിലെ അവരുടെ വണ്ടിയിൽ അവിടെ നിന്ന് എസ്കേപ്പായി. അതല്ലെങ്കിൽ ആ റാഷിൽ ഞാൻ ഏകദേശം 2-3 ദിവസം നിന്നേനെ. പക്ഷേങ്കിൽ അന്ന് നിൽക്കാത്തത് ഭാഗ്യമായി. ആ മഞ്ഞ് വീഴ്ച വന്ന് പുറത്തിറങ്ങാത്തതും ഭാഗ്യമായി. കാരണം ഇറാനിൽ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് അവിടെയാണ്, ആ റാഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇറാനിൽ ഒരുപാട് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ അവർ പുറത്ത് വിടുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. പിന്നെ ബോർഡർ ക്രോസിങ് ഞാൻ സന്തോഷിക്കുന്നു. ഞാനാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി, ഏറ്റവും ഭാഗ്യവായ വ്യക്തി. കാരണം എന്താ വെച്ചാൽ ഇറാനിൽ നിന്ന് ഞാൻ ഒരുപക്ഷെ എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ അതിനകത്ത് കിടന്നേനെ. ഒരുപാട് ട്രാവലേഴ്സിന് വേൾഡ് വൈഡ് ഇറാനിനകത്ത് ഇപ്പോഴും കുടുങ്ങിയിട്ട് പുറത്തു പോകാൻ പറ്റാതെ. ഇറാന് ബോർഡർ ഓപ്പൺ ആയി കൊടുക്കും, പക്ഷേ അവർ അടുത്തുള്ള രാജ്യം അവർ കയറ്റുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്ത് ഐസൊലേഷൻ വാർഡിൽ കൊണ്ടിട്ട് വൃത്തിഹീനമായ ചുറ്റുപാടിലൊക്കെയാണ് പലരും. കാരണം ഫേസ്ബുക്കിൽ പലരുടെയും പോസ്റ്റുകൾ എപ്പോഴും ഞാൻ വായിക്കുന്നുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടതും ഭാഗ്യം. മൊത്തത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ലതിന്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്ര ദിവസം സംഭവിച്ചതൊക്കെ നല്ലതിന്, ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ പ്രശ്നം കാരണം തൽക്കാലം ഞാനൊരു ബ്രേക്ക് എടുക്കലാണ്. തൽക്കാലം എന്നാണ്, അല്ലാതെ പെർമനൻ്റ്ലി ഒന്നുമല്ല. തൽക്കാലം ഞാനൊരു ബ്രേക്ക് എടുക്കലാണ്. വണ്ടി ഇവിടെ വെച്ച് നാട്ടിൽ പോയി കുട്ടികളുടെ കൂടെ വീട്ടിലിരുന്ന് ഡോറ ബുജ്ജിയെല്ലാം കണ്ട് നല്ല കഞ്ഞിയും പപ്പടവും ചോറൊക്കെ തിന്ന് അങ്ങനെ ഇരിക്കും. ഒരു 10 ദിവസം കഴിഞ്ഞ് ഹെൽത്തൊക്കെ ഓക്കെ ആക്കിയിട്ട് കൂടുതൽ ഉഷാറോട് കൂടിയിട്ട് ഞാനും ആമയും തിരിച്ചു വരും കേട്ടോ. പിന്നെ ഇനി അങ്ങോട്ടൊക്കെ വീഡിയോസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ വീഡിയോസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ അറിയാലോ, ട്രാവൽ വീഡിയോസാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കത് കാണാനാണ് താല്പര്യം. നാട്ടിൽ പോയി ഞാൻ വെറുതെ എൻ്റെ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ട്രിപ്പൊക്കെ പോകാം, ഭാര്യ മക്കളെയും കുട്ടികൾ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വീഡിയോ ആകുന്നില്ല, അതിന് സംശയം കേട്ടോ. ഒരുപാട് നന്ദി, ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി, സ്നേഹത്തിന് ഒരുപാട് നന്ദി എല്ലാവരോടും. നമുക്കിനി എപ്പോഴും പറയുന്നില്ല അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറയുന്നില്ല, കാരണം അടുത്ത എപ്പിസോഡിന് എപ്പാന്ന് അറിയില്ല. പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്യും കേട്ടോ. ഇവിടെ നാട്ടിലേക്ക് പോകുന്നത് ഞാൻ വ്ളോഗ് ചെയ്യും. നാളെ എയർപോർട്ടിൽ പോകുന്നതും അവിടെ നാട്ടിലേക്ക് പോകുന്നതും ഒക്കെ ഞാൻ വ്ളോഗ് ചെയ്യും. കൊറോണേൻ്റെ സിറ്റുവേഷനൊക്കെ നോക്കട്ടെ, എന്നിട്ട് അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ട് കാണിച്ചിട്ട് കേട്ടോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, പോസിറ്റീവായിട്ടിരിക്കും. മലയാളികളോടാണ്, കൊറോണ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കെയർ ചെയ്താൽ മതി, എപ്പോഴും കൈ കഴുകിയാൽ മതി, മുഖത്ത് കവറിട്ടാൽ മതി. നമ്മുടെ മനസ്സിൽ പേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം വന്നവരത് കൊറോണയാണെന്ന് തോന്നും. ഓക്കെ, മനസ്സെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. പിന്നെ മലയാളികളെ നമുക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇന്ത്യക്കാരെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യക്കാർക്കിടയിൽ കൊറോണ വരാതിരിക്കാൻ മെയിൻ കാരണം ഞാൻ കണ്ടുപിടിച്ചതാണ്, സയൻറ്റിസ്റ്റുകൾ പറഞ്ഞതല്ല, ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ നല്ല എരിവും പുളിയും ഉള്ള ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ. നല്ല എരിവും പുളിയും ഉള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടും. ഇറാനിൽ ഒരിക്കലും ഒരു എപ്പിസോഡിലും ഒരു ഫുഡ് വ്ലോഗിലും ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവരൊരിക്കലും എരിവോ പുളിയോ അവർ കഴിക്കില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോയത്. അപ്പോൾ ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം.